കാശിദേവ്, അർപ്പിതയെ നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാം. ഉടനെ തന്നെ ഡെലിവറി ഉണ്ടാവും. ഇപ്പോൾ ആൾക്ക് പ്രഷർ നന്നേ കൂടുതലാണ്. അപ്പുവിനെ പരിശോധിച്ച് പുറത്തേക്ക് ഇറങ്ങിയ ഡോക്ടർ ഗൗരി വാതുക്കൽ തന്നെ നിൽക്കുകയായിരുന്ന കാശിയോട് പറഞ്ഞു. അപ്പു, അവൾക്ക് എന്തേലും കുഴപ്പം? എൻ്റെ അപ്പു ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. നാളെയാണ് ഡേറ്റ്. അപ്പോൾ നാളെയെ ഓപ്പറേഷൻ ഉണ്ടാവൂ എന്ന് കരുതിയിടത്ത് പെട്ടെന്ന് സർജറി ഇപ്പോൾ വേണമെന്ന് പറഞ്ഞതിൻ്റെ വിറയലോടെ എന്തൊക്കെയോ പറഞ്ഞു കാശി. പേടിക്കാനൊന്നുമില്ലടോ. ഡേറ്റായി, കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് വളർച്ചയെത്തി. പിന്നെ എന്തിനാ നമ്മൾ BP കുറയുമെന്നോർത്ത് കാത്തിരുന്ന് റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്? തളർന്ന് ചുവരോട് ചാരി നിന്ന കാശിയുടെ തോളിൽ തട്ടി പറഞ്ഞു ഡോക്ടർ. മിത്ര, ആ കുട്ടിയെ വേഗം തയ്യാറാക്കിക്കൊണ്ടുവരൂ. തൻ്റെ പിന്നിൽ നിന്ന നഴ്സിനോട് പറഞ്ഞിട്ട് കാശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഡോക്ടർ പോയി. കാശി തളർച്ചയോടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു ചുവരിൽ ചാരി നിന്നു. പിന്നെ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് റൂമിനുള്ളിൽ കയറി ചെന്നു. മോനെ, അപ്പു പറയുമായിരുന്നു നിന്നെ വിളിക്കാൻ. ഡ്രസ്സൊക്കെ മാറി അവർ കൊടുത്ത നീല ഉടുപ്പൊക്കെ ഇട്ട് തലമുടിയൊക്കെ ഇരു സൈഡിലുമായി പിന്നിക്കെട്ടി ചിരിയോടെ ഇരിക്കുന്നവളെ പ്രാണൻ പിടയുന്ന നോവോടെ നോക്കി നിന്നു കാശി. ഇങ്ങ് വന്നേ കാശിയേട്ടാ. അപ്പു അവന് നേരെ കൈനീട്ടി വിളിച്ചു. അവൻ വിറയ്ക്കുന്ന കാലുകൾ വലിച്ചു വെച്ചു അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. കാശിയേട്ടൻ പേടിക്കണ്ട. കുഞ്ഞൂസങ്ങൾക്ക് ഇങ്ങു പോരാൻ ധൃതിയായെന്നേ. അവൻ്റെ മുഖം ഇരു കൈയിലും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അപ്പു നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു. എനിക്ക് പേടിയാവുന്നടി. പറഞ്ഞുകൊണ്ട് അപ്പുവിനെ ചുറ്റിപ്പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം അമർത്തി വെച്ചു കാശി. അവരുടെ വർത്തമാനം കേൾക്കെ നിറഞ്ഞുപോയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അരുന്ധതി. അയ്യേ, ഇവിടെ നോക്കിയ കാശിയേട്ടാ, ഞാൻ പറയട്ടെ. അപ്പു അവൻ്റെ മുഖം പിടിച്ചുയർത്തി തൻ്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. ഞാൻ നമ്മുടെ കുഞ്ഞൂസങ്ങളും വേഗം വരും. വരുമ്പോൾ ചിരിച്ച മുഖത്തോടെ എനിക്ക് എൻ്റെ കാശിയേട്ടനെ കാണണം. അല്ലാതെ കരഞ്ഞു ക്ഷീണിച്ചു നിൽക്കരുത്. പിന്നെ നമ്മുടെ കുഞ്ഞൂസങ്ങളിൽ ഒരാളെ കാശിയേട്ടൻ വാങ്ങണം. ഒരാളെ സേതു അങ്കിളിനെ കൊണ്ട് വേണം വാങ്ങിപ്പിക്കാൻ. ഞാൻ ഛർദ്ദിച്ചു കിടന്ന എത്രയോ ദിവസം ഒരു മകളെപ്പോലെ എന്നെ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് അങ്കിൾ. അതുപോലെ നമ്മുടെ മക്കളെ കാണാൻ കൊതിയോടെയാണ് അങ്കിൾ കാത്തിരുന്നത്. ഇതൊക്കെ ഓർമ്മയോടെ ചെയ്യണം കേട്ടോ കാശിയേട്ടാ. കാശിയുടെ മുഖത്താകെ ഉമ്മ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആ വർത്തമാനമൊക്കെ കേട്ടവൻ രണ്ട് കൈകൊണ്ടും അവളെ ചുറ്റിപ്പിടിച്ചു വിങ്ങിപ്പൊട്ടി. അപ്പു പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അവനെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ അടക്കാൻ കഴിയാത്ത ടെൻഷനോടെ പിടഞ്ഞു തുള്ളുന്ന ഹൃദയത്തോടെ കാശി നിന്നു. കുറച്ചു മുമ്പ് ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ അതിനുള്ളിലേക്ക് കയറിപ്പോയവളെ ഓർക്കെ കാശിക്ക് നെഞ്ചു പൊട്ടിപ്പോകും പോലെ തോന്നി. അപ്പു ചുവരിൽ ചാരി കണ്ണുകൾ അടച്ചു നിന്നവൻ്റെ ഹൃദയം നിശബ്ദമായി കേണുകൊണ്ടിരുന്നത് ആ ഒരു മന്ത്രം മാത്രമായിരുന്നു. ഐഷുമ്മയും അബൂബക്കറും റൂമിലാണ്. അമ്നയും ഫായിസും അലീഷും ഇസ്മായിലും അരുന്ധതിയും സേതുവും അമലും ഉൾപ്പെടെയുള്ളവർ കാശിയുടെ കൂടെയുണ്ട്. ആരൊക്കെ കൂടെ ഉണ്ടായിട്ടും ആ ഒരുവളില്ലെങ്കിൽ താൻ ഒറ്റയ്ക്കാണെന്ന് അവന് തോന്നി. അവൾക്ക് വേണ്ടി, കാശിയുടെ അപ്പൂട്ടന് വേണ്ടി അവൻ്റെ ഹൃദയം അലറി വിളിക്കുന്നുണ്ടായിരുന്നു. കാശി, ഡാ മോനെ, ഇവിടെ വന്ന് ഒന്നിരിക്കും നീ. അവൻ്റെ ആ പേടിച്ചു പതറിയുള്ള നിൽപ്പ് കാണെ സേതു അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടച്ച, ഞാനിവിടെ നിന്നോളാം. എൻ്റെ അപ്പു. അവൾ ഇതിനകത്തല്ലേ? ആ വാതിൽ തുറന്നാൽ ആദ്യം കാണാൻ പാകത്തിന് ചുവരിൽ ചാരി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴും നോട്ടം ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലായിരുന്നു. ഞങ്ങൾ നോക്കിക്കൊള്ളാം മംഗളെ അവനെ. കാശിയുടെ ഇടവും വലവും നിന്ന ഫായിസും അമലും ഒരുപോലെ സേതുവിനോട് പറഞ്ഞു. അവൻ്റെ ആ നിൽപ്പ് ഒന്നുകൂടെ നോക്കിയിട്ട് അയാൾ വേഗം ചെന്ന് വെയിറ്റിംഗ് ഏരിയയിലെ കസേരയിലിരുന്നു. അപ്പോഴും ഓരോരുത്തരുടെ ഉള്ളിലും അപ്പുവിനും അവളുടെ പൊന്നോമനകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ഇതിപ്പോ കുറച്ചു നേരമായില്ലേ അമലേ? കണ്ണുകൾ മുറുകെ അടച്ചു നിന്നുകൊണ്ട് കാശി മെല്ലെ തിരക്കി. ഇപ്പോൾ കഴിയും കാശി. ഓപ്പറേഷൻ അല്ലേ? നോർമൽ ആണെങ്കിൽ 4-5 മണിക്കൂറെങ്കിലും ആവും. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. ഒന്നും മൂളിക്കൊണ്ടവൻ അതുപോലെ തന്നെ നിന്നു. അർപ്പിതയുടെ ആളുകൾ? വാതിൽ തുറന്ന് പുറത്തേക്ക് തലനീട്ടിയ നഴ്സ് ചോദിക്കേണ്ട താമസം. കാശി ഞെട്ടി കണ്ണു തുറന്ന് അവരുടെ മുന്നിലെത്തി. അർപ്പിതയുടെ സർജറി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഡോക്ടർ കൊണ്ടുവരും കേട്ടോ. അപ്പു, അവൾക്ക്? കാശിയുടെ ശബ്ദം പോലും വിറച്ചുപോയി. കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ടവർ അരുന്ധതി എടുത്തു കൊടുത്ത കഴുകി ഉണക്കി സൂക്ഷിച്ചിരുന്ന ടവലുകളുമായി വീണ്ടും അകത്തേക്ക് പോയി. കാശിദേവ്, ദേ നിങ്ങളുടെ കൺമണികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടാളെയും ഇരു കൈകളിലുമായി ഒതുക്കി പിടിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ഡോക്ടർ ഗൗരി പറഞ്ഞു. ഡോക്ടർ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് കാശിയെ വിളിച്ചതും എല്ലാവരും കൂടെ ഓടി അവർക്കരികിലെത്തിയിരുന്നു. ഇതാണ് മൂത്തയാൾ, മോനാണ്. പറഞ്ഞിട്ട് ഡോക്ടർ വലതുഭാഗത്ത് ഒതുക്കി പിടിച്ചിരിക്കുന്നയാളെ ആദ്യം കാശിയുടെ മുന്നിലേക്ക് നീട്ടിയത്. അച്ഛാ, അച്ഛൻ ആദ്യം മോനെ വാങ്ങിക്കും. അപ്പു പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു എന്നോടും. കാശി സന്തോഷത്തോടെ സേതുവിനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു. സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയ കണ്ണുകളോടെ അയാൾ ഇരു കൈയും നീട്ടി ആ കുഞ്ഞു ജീവനെ സ്വീകരിച്ചു. അച്ചച്ചൻ്റെ പൊന്നാണ്. അവനെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്തുകൊണ്ട് അയാൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ കുഞ്ഞുചെക്കൻ കണ്ണൊന്ന് ചിമ്മി തുറന്ന് നോക്കിയിട്ട് വീണ്ടും കണ്ണുകൾ അടച്ചു
കാശി മുഖം താഴ്ത്തി മോൻ്റെ നെറ്റിയിൽ ചുണ്ടൊന്നു മുട്ടിച്ചു. കാശിയെ കണ്ട നാൾ മുതൽ മനസ്സുകൊണ്ട് മകനായി സ്വീകരിച്ച് അയാൾക്ക് അതിൽ പരം സന്തോഷം മറ്റെന്താണ്? ഇത് മോളാണ്. അടുത്തയാളെ കാശിക്ക് നേരെ നീട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതും അവൻ കൈനീട്ടി മോളെ വാങ്ങി. ഡോക്ടറെ, എൻ്റെ അപ്പു. മോളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ട് ചേർത്ത് കൊണ്ടവൻ വെപ്രാളത്തോടെ തിരക്കി. അർപ്പിതയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ റൂമിലേക്ക് കൊണ്ടുവരൂ. കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ട ശേഷം ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കൂ. പിന്നിൽ നിന്ന നഴ്സുമാരെ നോക്കി പറഞ്ഞിട്ട് ഡോക്ടർ പുഞ്ചിരിയോടെ തിയേറ്ററിലേക്ക് തിരികെ കയറിപ്പോയി. പിന്നെ ഒരംഗമായിരുന്നു മക്കളെ കാണാൻ. റൂമിലായിരുന്നവർ കൂടെ ഓടിയെത്തി കുഞ്ഞൂസിങ്ങളെ തൊട്ടും തലോടിയും നിന്നു. കുഞ്ഞിപ്പെണ്ണാണ് ആദ്യം ചിണുങ്ങിയത്. പിന്നാലെ ചെക്കനും കൂടെ തുടങ്ങിയതോടെ എല്ലാവരും ഒന്ന് ഭയന്നുപോയി. വിശന്നിട്ടാവും സാർ, കുഞ്ഞുങ്ങളെ ഇങ്ങ് തന്നേക്ക്. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കണമെന്നില്ല. റൂമിലേക്ക് പൊയ്ക്കോളൂ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചോളാം. കാര്യം പറഞ്ഞിട്ട് നഴ്സുമാർ വാവകളെ എടുക്കാനായി വന്നതും അവരെ കണ്ട് കൊതി തീരാതെ തിരികെ ഏൽപ്പിക്കേണ്ടി വന്നു അവർക്ക്. അബൂബക്കറും ഐഷുമ്മയും അലീഷയ്ക്കും ഇസ്മായിലും ഒപ്പം വീട്ടിലേക്ക് പോയി. അതുപോലെ ജഗന്നാഥനും ദേവകയും ആദിയുടെ കൂടെ തിരികെ പോയി. അപ്പുവിനെ പുറത്തു കൊണ്ടുവന്ന ശേഷം സോണിയെ കൂട്ടി വരാമെന്ന് പറഞ്ഞാണ് അവനും പോയത്. ഇനിയെങ്കിലും ഒരു ചായ കുടിക്കുമോ? അതോ ഇനി നാളെ അപ്പുവിനെ കണ്ടിട്ടേ ഉള്ളോ? അമ്ന ഏൽപ്പിച്ചിട്ട് പോയ ഫ്ലാസ്കിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് ചായ പകർത്തി കാശിക്ക് നേരെ നീട്ടിക്കൊണ്ട് ഫായിസ് തിരക്കി. എൻ്റെ അപ്പു, രാവിലെ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെയാണ് അളിയ ഇതിനകത്ത് നരകവേദന സഹിച്ചു കിടക്കുന്നത്. കാശി വേദനയോടെ പറഞ്ഞു. ഡ്രിപ്പൊക്കെ ഇടുന്നത് കൊണ്ട് അവൾക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല. നീ അത് വാങ്ങി കുടിക്കടാ. അമൽ കൂടെ നിർബന്ധിച്ചതോടെ കാശി ആ ചായ വാങ്ങി കുടിച്ചു. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു കാശിക്ക്. അവൻ്റെ ജീവന്റെ ജീവനെയും കാണാനുള്ള സുഖമുള്ള കാത്തിരിപ്പ്. അച്ചുവിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഫലിച്ചല്ലോ കാശി. വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടെ അമൽ ചിരിയോടെ പറഞ്ഞു. ഒന്ന് പോയേടാ. ആദ്യം പിള്ളേർ വളരട്ടെ. അപ്പോൾ അവർക്ക് എന്ത് തോന്നുന്നു അതുപോലെ നടക്കട്ടെ. അല്ലാതെ ജനിച്ചു വീണവനെ പിള്ളേർക്ക് കല്യാണം ആലോചിക്കുന്നത് ശരിയായ കാര്യമല്ല. പറയുമ്പോൾ കാശിയുടെ ചുണ്ടിൽ മനോഹരമായ ചിരിയുണ്ടായിരുന്നു. അതെന്താ സംഭവം എന്ന് പറഞ്ഞേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫായിസ് രണ്ടാളെയും മാറി മാറി നോക്കി ചോദിച്ചു. അത് വേറൊന്നുമല്ല. അപ്പു പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് മുതൽ ഞങ്ങളുടെ കുഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ കിച്ചൂട്ടന് കൊടുത്തേക്കണം. അതാണ് അച്ചുവിൻ്റെ ആവശ്യം. പിന്നെ രണ്ടാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിലൊരാൾ പെൺകുഞ്ഞാവണേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. നേർത്തൊരു ചിരിയോടെ എന്തൊക്കെയോ ആലോചനയോടെ കാശി പറഞ്ഞു. അത് കൊള്ളാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചിനെ ഇപ്പോഴേ ബുക്ക് ചെയ്തോ? ഈ പോക്കാണെങ്കിൽ നാളെ കുഞ്ഞിപ്പെണ്ണിനെ കണ്ട ഉടനെ അച്ചു കല്യാണവും ഉറപ്പിച്ചേക്കും. അതിൻ്റെ സ്വഭാവത്തിന് പറയാൻ പറ്റില്ല. അതും ചിലപ്പോൾ സംഭവിച്ചേക്കും. ഫായിസ് പറയുന്നത് കേട്ട് ചിരിയടക്കി പിടിച്ചുകൊണ്ട് അമലും പറഞ്ഞു. ദേ, മിണ്ടാതിരുന്നില്ലേ നിന്റെ മോന്തക്കിട്ട് ഒരെണ്ണം തന്നേക്ക് ഞാൻ. അമലിന് നേരെ കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. ഓ, ഇനിയിപ്പോൾ എൻ്റെ തോളിൽ കയറിക്കോ. ഈ ചൂട് നാളെ ആ പെണ്ണ് വരുമ്പോഴും കണ്ടാൽ മതി. അമൽ പറയുന്നത് കേൾക്കെ കാശിക്ക് ചിരി വന്നു. എടാ, ഞങ്ങളുടെ മോള് നല്ല മിടുക്കി കുട്ടിയായി വളരട്ടെ. അവൾക്ക് കിച്ചൂട്ടനെ ഇഷ്ടമാണ്, അതുപോലെ അവനും ഇഷ്ടമാണ് എങ്കിൽ നമുക്ക് നോക്കാടാ അമലേ. ഫായിസ് രണ്ടാളെയും ചേർത്ത് പിടിച്ച് പറയുമ്പോൾ മൂവരുടെ ചുണ്ടിലും തെളിഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പുവിനെ റൂമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൾക്കൊപ്പം തന്നെ കാശിയും ഉണ്ടായിരുന്നു. ആ നേരം വരെ അവൻ ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിന് മുന്നിൽ ഒരേ ഇരിപ്പായിരുന്നു. അവളെ വേദനിപ്പിക്കാത്ത ബെഡിലേക്ക് എടുത്തു കിടത്തിയതും അവൻ തന്നെയായിരുന്നു. അപ്പോഴൊക്കെ കാശിയുടെ കണ്ണുകൾ അവൻ്റെ പ്രാണന്റെ വാടി തളർന്നുപോയ മുഖത്തായിരുന്നു. എല്ലാവരും കൂടെ തൊട്ടും തലോടിയും അമ്മയും കുഞ്ഞുങ്ങളെയും പൊതിഞ്ഞു. ഓരോരുത്തരും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോഴും തൊട്ടു തലോടിയും ആ സ്നേഹം ആവോളം പ്രകടിപ്പിക്കുമ്പോഴും കുറച്ചു മാറി ചുവരിൽ ചാരി കൈകെട്ടി നിന്ന് കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നവനിലേക്കായിരുന്നു അപ്പുവിൻ്റെ നോട്ടവും. അതെ, അവളും കുഞ്ഞുങ്ങളും ഒന്ന് ശ്വാസമിടട്ടെ. കുറച്ചു നേരത്തേക്ക് എല്ലാവരും അപ്പുറത്തെ റൂമിലേക്ക് പോയേ. മുള്ളിന്മേൽ നിൽക്കും പോലെയുള്ള നിൽപ്പ് കാണാൻ കാശിയുടെ ഫായിസാണ് അത് പറഞ്ഞത്. അപ്പോൾ അപ്പവും കുഞ്ഞുങ്ങളും ഇവിടെ ഒറ്റയ്ക്കോ? അമ്ന അവനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ ഇപ്പോൾ തൽക്കാലം അളിയ മതി. എല്ലാവരും അപ്പുറത്തെ റൂമിലേക്ക് പൊയ്ക്കോ. കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ അവർ വിളിച്ചോളും. അപ്പുവിൻ്റെ ഇടതുവശത്ത് കിടന്ന് സുഖമായി ഉറങ്ങുന്ന കുഞ്ഞൂസുങ്ങളെ നോക്കിയിട്ട് ഫായിസ് പറഞ്ഞു. അവൻ പറഞ്ഞതിലെ കാര്യം മനസ്സിലായതുപോലെ ഓരോരുത്തരായി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഇനി അങ്ങോട്ട് ചെല്ല് എൻ്റെ അളിയോ. എല്ലാവരെയും ഞാൻ ഒഴിവാക്കി തന്നിട്ടുണ്ട്. അവസാനം ഇറങ്ങിയ ഫായിസ് ചെറുചിരിയോടെ കാശിയുടെ കാതിൽ മെല്ലെ പറഞ്ഞു. കാശി സന്തോഷത്തോടെ അവനെ നന്ദി നിറഞ്ഞൊരു നോട്ടം നോക്കി. എൻ്റെ അപ്പൂട്ടൻ ഒത്തിരി വേദനിച്ചു അല്ലേടാ. ബെഡിനടുത്തേക്ക് കസേര വലിച്ചിട്ട് അതിലേക്ക് ഇരുന്ന് അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്ത് കയ്യിൽ മെല്ലെ തലോടിക്കൊണ്ട് കാശി ചോദിച്ചു. ഒത്തിരിയൊന്നും വേദനിച്ചില്ല. ഇനിയിപ്പോൾ വേദനിച്ചാലും നമ്മുടെ കുഞ്ഞൂസങ്ങളെ എങ്ങ് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ. അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ച് നേർത്തൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ പരിപാടി വേണ്ട കേട്ടോ അപ്പൂട്ടോ. നീ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിപ്പോയത് നിന്റെ കാശിയേട്ടൻ പേടിച്ചു പോയിടി. വീണ്ടും ഒറ്റയ്ക്കായതുപോലെ, ആരുമില്ലാതെ ആയതുപോലെ. അവൾക്കടുത്തേക്ക് ആഞ്ഞ് അവളുടെ കയ്യിൽ മുഖം പൂഴ്ത്തി ഇരുന്നു കൊണ്ടവൻ പറഞ്ഞു. അയ്യേ, അപ്പു അമ്മയുടെ കാശിമോൻ എങ്ങനെയാ ഒറ്റയ്ക്കാവുക? ഞാനില്ലേ കൂടെ.
ഇപ്പോൾ നമ്മുടെ കുഞ്ഞുസങ്ങൾ കൂടെയില്ലേ? അവൻ്റെ തലമുടിക്കിടയിൽ വിരൽ കടത്തി തലോടി നിറഞ്ഞുപോയ കണ്ണുകൾ ഒളിപ്പിച്ച് അവനെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് അന്നേരം മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ മനസ്സിലാകെ ഒരു പേടി നിറഞ്ഞിരുന്നു. ഇതുപോലെ ഒരവസ്ഥ എനിക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ. അവളുടെ നെറ്റിയിൽ വീണ്ടും വീണ്ടും ചുണ്ടമർത്തിക്കൊണ്ടവൻ പറഞ്ഞു. നമ്മുടെ കുഞ്ഞുസങ്ങളെ കണ്ടിട്ട് സന്തോഷമായോ എൻ്റെ കാശിയേട്ടന്? മക്കളുടെ കാൽവിരൽ തുമ്പിലും കവിളിലുമൊക്കെ മൃദുവായി തൊട്ടു നോക്കി അവരെ കണ്ണെടുക്കാതെ കൊതിയോടെ നോക്കിയിരിക്കുന്നവനെ കാണെ അപ്പു തിരക്കി. സന്തോഷമായോ എന്നോ? അതെന്തൊരു ചോദ്യമാണ് എൻ്റെ അപ്പൂട്ട. അവരെ കണ്ടപ്പോൾ എന്താ പറയുക? നെഞ്ചൊക്കെ തുള്ളി തുളുമ്പി. എനിക്ക് അറിയില്ല അത് പറഞ്ഞു തരാൻ. ആ നിമിഷം തോന്നിയ അതേ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ വരണ്ടുപോയ ചുണ്ടുകളിൽ വിരൽ കൊണ്ട് മൃദുവായി തലോടി കാശി. ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ലായിരുന്നു അല്ലേ കാശിയേട്ടാ? അതുപോലെ നേരെ ഒന്നും കഴിച്ചതുമില്ലെന്ന് പാച്ചൊക്കെ പറഞ്ഞുവെന്ന് അമ്മുച്ചേച്ചി പറഞ്ഞല്ലോ. എന്തിനാ അങ്ങനെ ചെയ്തേ? ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാവില്ലേ? അവൻ്റെ കൈ പിടിച്ചെടുത്ത് മുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോ. മക്കളെ കണ്ട സന്തോഷം എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിന്നെതാ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇപ്പോൾ ജീവനുണ്ടെന്ന് പോലും തോന്നിയത്. അവളുടെ കവിളിൽ കവിൾ ചേർത്ത് വെച്ചവൻ പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ അലിവുകൂടി അവൻ്റെ കവിളിൽ ചുണ്ട് ചേർത്ത് വെച്ചു.